ഒരു കാര്യം പറയാൻ അല്ലല്ല ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇമോഷണൽ ക്രൈം ഡ്രാമ. അല്ല ഇത് കേട്ട് കേട്ട് ഇമോഷണൽ ക്രൈം ഡ്രാമ. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഭാഗമായത്? എങ്ങനെ കോൾ വരുന്നതാണോ? എങ്ങനെ സംഭവം? ഇന്റർനാഷണൽ കോളായിരുന്നു. ഞങ്ങൾക്ക് ഇന്റർനാഷണൽ കോളായിരുന്നു. പലപ്പോഴും എൻ്റെ ജഡ്ജ്മെന്റ് തെറ്റാണ്. ഈ എന്ന് നിന്റെ മൊയ്തീനിൽ പറഞ്ഞ പടം എന്നോട് പൃഥ്വിരാജിന്റെ അമ്മയായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ, അത് ടോട്ടലി റോങ് കാസ്റ്റിംഗ് ആണ്, അത് ഭയങ്കര ബോറാവും, അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. RS വിമൽ എന്ന് പറയുന്ന ഡയറക്ടർ എന്നെ ഒരുപാട് കൺവിൻസ് ചെയ്യേണ്ടി വന്നു. എന്നെ അവസാനം പറഞ്ഞു നിങ്ങളാണ് പാത്തുമ്മ, നിങ്ങൾ തന്നെയാണ് പറഞ്ഞു. പക്ഷെ എനിക്കത് ആദ്യം വന്നത് ബിജുവിൻ്റെ മുഖം, അപ്പുറത്ത് ആരാന്ന് ചോദിച്ചപ്പം പെട്ടെന്ന് എനിക്ക് ജോജുവിന് പോകുന്നത്. കാരണം അതിനകത്ത് വേറൊരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ കോമ്പിനേഷൻ്റെ ഒരു പുതുമയാണ്. ഇവർ അങ്ങനെ ഒരു ലീഡ് ക്യാരക്ടറിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നിട്ടില്ല. വിളിച്ചാലൊന്നും എടുക്കുകയല്ല, പിന്നെ വല്ലപ്പോഴും കിട്ടിയാലായി. ഇത് പണ്ടത്തെ കാര്യമാണ് സാറ് പറഞ്ഞത്. പിന്നെ സാർ കോൾ ഞാനിപ്പോ നന്നായി. സാറല്ലേ സാറ് വിളിക്കല് നിർത്തി. ഇപ്പൊ അത് കാരണം വല്ലപ്പോഴും കോൾ വരുമ്പോ എന്തായാലും ഞാൻ എടുക്കുമല്ലോ. അങ്ങനെ ഈ പേര് കാണുമ്പോ തന്നെ ഞാൻ ചാടി എടുക്കും. ചാടി എടുക്കും, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും. തിരിച്ചു വിളിക്കുന്ന സാർ പറയില്ല. ഹലോ എവ്രിവൺ, വലതുവശത്തെ കള്ളന്റെ വിശേഷങ്ങളുമായി സിനിമയുടെ ടീം നമ്മുടെ കൂടെ ഉണ്ട്. ഹലോ. ഈ കള്ളനെ വലതുവശത്ത് പ്ലേസ് ചെയ്തതിന്റെ പുറകിൽ ഒരു മിസ്റ്ററി എന്താ? ബിബ്ലിക്കലാണ്. ബൈബിൾ അറിയാവുന്നവർക്ക് അറിയാം. അതിനൊരു ചെറിയൊരു സംഭവം ഇതിനകത്തുണ്ട്, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യും. കൂടുതൽ പറയാൻ പറ്റില്ല. അല്ല, ആക്ച്വലി അതിനെക്കുറിച്ച് അത് വലിയൊരു സംഭവമൊന്നുമല്ല. അതറിയാവുന്നവർക്കതും അറിയാം. ഞാൻ അറിയാൻ മേലാത്തവർക്കൂടെ ഞാനത് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതൊരു ക്യൂരിയോസിറ്റി അല്ലേ, അതെന്താണെന്ന് അറിയാം. വരട്ടെ. അല്ല, നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഈ വലതുവശത്ത് എന്തുകൊണ്ട് പ്ലേസ് ചെയ്തു ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണുമ്പോൾ ഞാനല്ല അത് പ്ലേസ് ചെയ്തത്. വർഷങ്ങൾക്ക് മുമ്പേ പ്ലേസ് ചെയ്ത് പോയൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ തിയേറ്ററിൽ വരുമ്പോൾ അത് മനസ്സിലാവും. പക്ഷെ അതിനകത്ത് ഭയങ്കര വലിയൊരു കാര്യമൊന്നുമില്ല, പേര് വന്നേ ഉള്ളൂ. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഭാഗമായത്? എങ്ങനെ കോൾ വരുന്നതാണോ? എങ്ങനെ സംഭവം? ഇന്റർനാഷണൽ കോളായിരുന്നു. ഞങ്ങൾക്ക് ഇന്റർനാഷണൽ കോളായിരുന്നു. ഇന്റർനാഷണൽ കോളിലും എന്നെ ഡയറക്ട്ലി ജീത്തു സാറാണ് ഈ പടത്തിലേക്ക് വിളിച്ചത്. ഞാൻ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞു, ഞാൻ സ്ക്രിപ്റ്റ് അയച്ചു തരാം, എന്നിട്ട് വായിച്ചിട്ട് നോക്കൂ, അഭിനയിക്കണം. ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് വായിക്കേണ്ട ആവശ്യമില്ല, ആദ്യമേ യെസ് പറയാം, എന്നിട്ട് ഞാൻ ക്യാരക്ടർ അറിയാൻ വേണ്ടി സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് വായിക്കേണ്ട, ഞാൻ എന്തായാലും ഇന്നാണ് ഇതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 2 സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു. അപ്പൊ 2 സ്ക്രിപ്റ്റ് അയച്ചു. അതായത് 2 വേറെ വേറെ പടങ്ങളുടെ. നമുക്ക് ബേസിക്കലി എന്താന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങള് കണ്ണടച്ചു പോയി ജീത്തു ജോസഫ് മൂവി പോയി ഓഡിയൻസ് കാണുന്ന പോലെ തന്നെ ആസ് ആക്ടേഴ്സ് എനിക്കിപ്പോൾ ഓൾറെഡി ഞാൻ സാറിനോട് 2 പടം ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് സാറിൻ്റെ ജഡ്ജ്മെൻറ്റിൽ വിശ്വാസമാണ്. അതും ഇഫ് ഹീ ഈസ് തിങ്കിങ് ഐ എം ആപ്റ്റ് ഫോർ എ റോൾ, ഐ മസ്റ്റ് ബി ആപ്റ്റ് ഫോർ ഇറ്റ്. ബിക്കോസ് പലപ്പോഴും എൻ്റെ ജഡ്ജ്മെൻറ്റ് തെറ്റാണ്. ഈ എന്ന് നിന്റെ മൊയ്തീനിൽ പറഞ്ഞ പടം എന്നോട് പൃഥ്വിരാജിന്റെ അമ്മയായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ, അത് ടോട്ടലി റോങ് കാസ്റ്റിംഗ് ആണ്, അത് ഭയങ്കര ബോറാവും, അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് RS വിമൽ എന്ന് പറയുന്ന ഡയറക്ടർ എന്നെ ഒരുപാട് കൺവിൻസ് ചെയ്യേണ്ടി വന്നു. എന്നെ അവസാനം പറഞ്ഞു നിങ്ങളാണ് പാത്തുമ്മ, നിങ്ങൾ തന്നെയാണ് പറഞ്ഞ്, നിങ്ങളാണ് പാത്തുമ്മ, നിങ്ങളെയാണ് ആദ്യം മുതൽ ഞങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുന്നത്, നിങ്ങളത് വിട്ടേക്ക്, നിങ്ങളത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൺവിൻസ് ചെയ്തിട്ടാണ്. പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഷോക്ക്ഡായി പോയി. സോ എൻ്റെ ജഡ്ജ്മെൻറ്റ് പലപ്പോഴും തെറ്റായിരിക്കും. ഐ ട്രസ്റ്റ് ദ ഡയറക്ടർ ഹൂസ് കോളിങ് മീ ഫോർ ദ റോൾ, ദാറ്റ് അവരെന്തോ കണ്ടുകൊണ്ടാണ് ഇത് കാസ്റ്റ് ചെയ്യുന്നത്. സോ എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു എ വെരി റെപ്യൂട്ടഡ് ഡയറക്ടർ. ഇപ്പോൾ RS വിമൽ അന്ന് ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. ഇറ്റ്സ് നോട്ട് ഈസി ടു ട്രസ്റ്റ്. ഇപ്പോൾ ജീത്തു സാർ പറയാണ് ലെനയ്ക്ക് പറ്റിയ ക്യാരക്ടറാണ്, എനിക്ക് ലെന ആപ്റ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അതിൽ ഡൗട്ടില്ല. ഐ എം ഹാപ്പി. ഐ ജസ്റ്റ് ഹാഡ് ടു സേ താങ്ക് യു, സ്ക്രിപ്റ്റ് പ്ലീസ് അയച്ചു തരൂ, ഞാൻ വായിച്ച് പഠിച്ചോളാം. അല്ല, അപ്പോൾ ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് അറിയില്ല. ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ ഈ ട്വിസ്റ്റ് ടൈപ്പ് ഒരു സ്റ്റോറി അല്ല. എന്ന് വെച്ചാൽ നമുക്ക് ട്രെയിലർ കാണുമ്പോഴേ അറിയാം. അതിപ്പോ സാർ അതുകൊണ്ടാണ് വളരെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ പ്രൊമോഷൻസും സാർ ഇരിക്കുന്നതിന്റെ കാരണം അത് പറയാൻ വേണ്ടിട്ടാ, അത് ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഒരു കാര്യം പറയാൻ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇമോഷണൽ ക്രൈം ഡ്രാമ. എല്ലാവരും അല്ല ഇത് കേട്ട് കേട്ട് ഇമോഷണൽ ക്രൈം ഡ്രാമ. അത് അങ്ങനെ തന്നെ ആളുകളിലേക്ക് എത്തണം. അതെ, ബേസിക്കലി അതിനകത്ത് ട്വിസ്റ്റ് ഒന്നും ഇല്ല. കാരണം ആൾക്കാർ അങ്ങനെ പ്രതീക്ഷ വരണ്ടെന്ന് കരുതിയിട്ടാണ്. കാരണം ഇത് ദിനു ഇത് കൊണ്ടുവന്ന് എന്നെ സ്ക്രിപ്റ്റ് വായിച്ച് കഥ പറഞ്ഞു ഇത് വന്നപ്പോൾ എനിക്ക് അട്രാക്ട് ചെയ്തത് ഇതൊരു ഇമോഷണൽ ഡ്രാമയാണ് ഈ സിനിമ. അതിനകത്തൊരു ക്രൈമൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്, പോലീസും ഇതുമൊക്കെയാണ്. അതൊരു
അത്യാവശ്യം ഒരു ഇൻട്രസ്റ്റിംഗ് രീതിയിലാണത് പോകുന്നതെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഓക്കെ. പോലീസ് വേഷങ്ങൾ ചെയ്യാൻ ബിജു ചേട്ടന് കുറച്ച് ഇഷ്ടമുള്ളൊരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടായിരുന്നു. അപ്പൊ കൺവിൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടിയോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നല്ല ക്യാരക്ടറൈസേഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ചുമ്മാ ഒരു വെറുതെ ഒരു പോലീസുകാരൻ അങ്ങനെ ഒരു ഇതല്ല അത്. അതുകൊണ്ടായിരിക്കാം. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഈ സ്ക്രിപ്റ്റ് കിട്ടിയപ്പോഴേ ഇവരുടെയൊക്കെ ഫേസ് തന്നെയാണോ മനസ്സിൽ വന്നത്? അല്ല, ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഈ രണ്ട് ക്യാരക്ടേഴ്സിന് മലയാളത്തിൽ വേറെയും ഓപ്ഷൻസ് ഉണ്ടാവാം. പക്ഷെ എനിക്കത് ആദ്യം വന്നത് ബിജുവിൻ്റെ മുഖം, അപ്പുറത്ത് ആരാന്ന് ചോദിച്ചപ്പം പെട്ടെന്ന് എനിക്ക് ജോജുവിന് പോകുന്നത്. കാരണം അതിനകത്ത് വേറൊരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ കോമ്പിനേഷൻ്റെ ഒരു പുതുമയാണ്. ഇവർ അങ്ങനെ ഒരു ലീഡ് ക്യാരക്ടറിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നിട്ടില്ല. അത് നമുക്കുള്ളൊരു ട്രീറ്റ് ആയിരിക്കുമല്ലേ അപ്പോൾ അത്? അല്ല, ട്രീറ്റാണോ നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കണം. ഞാൻ കയറി ട്രീറ്റാന്നൊക്കെ പറഞ്ഞിട്ട് നാളെ വഴി കാണുമ്പോൾ ഇയാളല്ലേടോ പറഞ്ഞത് ട്രീറ്റാന്നൊക്കെ പറഞ്ഞത് നമുക്കറിയില്ല. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. ഇപ്പം ചിലർക്ക് ഇപ്പം പേരെന്താ ചിത്ര. ചിത്രയ്ക്ക് ചിലപ്പം വേറൊരു ടൈപ്പ് ഓഫ് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ചിത്രയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വരാം. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അത്. അല്ല, ഇപ്പൊ ദൃശ്യത്തിന് മുമ്പ് മെമ്മറീസ് ഒരു സാമ്പിൾ ആയിട്ട് ഇറക്കിയത് പറഞ്ഞ പോലെ ദൃശ്യം 3ക്ക് മുമ്പുള്ള ഒരു സാമ്പിൾ ആയിരിക്കും. ഇതിപ്പോ 7ാമത്തെ ആളാണ് ചോദിക്കുന്നത്. ഇതെല്ലാരും ഇതൊരു ട്രെൻഡിങ് ചർച്ചയാണ്. സത്യം പറഞ്ഞാൽ അത് സോഷ്യൽ മീഡിയ വന്നപ്പോഴേ ഞാനും ആലോചിച്ചു, അങ്ങനെയാണ്. ഇതൊന്നാമത് മെമ്മറീസ് പോലത്തെ പടമൊന്നുമല്ല. പക്ഷേ അതിൻ്റെ ഒരു മൂഡുണ്ട്. മെമ്മറീസ് വേറൊരു സീരിയൽ കില്ലർ, അതാണ്. ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല. സാറിന്റെ കോളല്ലായിരുന്നു വന്നേ? എന്തായിരുന്നു അപ്പോഴത്തെ ഒരു മെസ്സേജ് ആയിരുന്നു? കോളായിരുന്നു. പക്ഷെ സത്യത്തിൽ വിളിച്ചാലൊന്നും എടുക്കുകയല്ല, പിന്നെ വല്ലപ്പോഴും കിട്ടിയാലായി. മെസ്സേജ് കണ്ടിട്ടു. പക്ഷെ അതാണ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഒരു പ്രത്യേകത. ദാറ്റ് ഇൻഡസ്ട്രി സ്മോൾ ഇനഫ് ആൻഡ് ഫാമിലി ലൈക്ക് ദാറ്റ് നമുക്ക് വിതൗട്ട് മാനേജേഴ്സ് ആൻഡ് മെനി ലേയേഴ്സ് വരാതെ തന്നെ ബിറ്റ്വീൻ ആക്ടേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ് ഒരു ഇന്റേണൽ ഡിസ്കഷൻ നടക്കാവുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. സോറി, കണ്ടിന്യൂ. കോളായിരുന്നോ മെസ്സേജ് ആയിരുന്നോ? കോളാണ് സാർ, അങ്ങനെ പറയരുത്, മെസ്സേജ് അല്ല. കോൾ എടുത്തായിരുന്നു? കോൾ എടുത്തായിരുന്നു. ഓക്കെ. അവിടെ ഇങ്ങനെ പറഞ്ഞു സ്ക്രിപ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തപ്പോ കുറെ വിളിക്കുമ്പോൾ കിട്ടാറില്ല. അപ്പൊ ഇത് എങ്ങനെയാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് പണ്ടത്തെ കാര്യമാണ് സാർ പറഞ്ഞത്. പിന്നെ സാർ കോൾ നന്നായി. സാറല്ലേ, സാറ് വിളിക്കല് നിർത്തി. ഇപ്പൊ അത് കാരണം വല്ലപ്പോഴും കോൾ വരുമ്പോ എന്തായാലും ഞാൻ എടുക്കുമല്ലോ. അങ്ങനെ ഈ പേര് കാണുമ്പോ തന്നെ ഞാൻ ചാടി എടുക്കും. ചാടി എടുക്കും, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും. തിരിച്ചു വിളിക്കുന്ന സാർ പറയില്ല. തിരിച്ചു വിളിക്കും. 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ? അല്ലല്ല, കുറച്ച് കഴിയുമ്പോ തന്നെ വിളിക്കും. ഓക്കെ. ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോ എങ്ങനെയായിരുന്നു? ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഇമോഷണൽ ജേർണി ഭയങ്കര രസമാണ്. ആ രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇവരെ സറൗണ്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പൊ ഇമോഷണൽ ജേർണിയിൽ എവ്രി വൺ ഇസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ആൻഡ് ദോ എനിക്ക് ഡയറക്ട്ലി കണക്ഷൻ ഇല്ല ഇവരുടെ ഇമോഷണൽ ജേർണിയിലെങ്കിലും I have my own emotions overlooking at these situations. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു ആംഗിൾ ആയിരുന്നു. അതില് എനിക്ക് ഈ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. ഓക്കെ. ഇവിടെ എങ്ങനെയായിരുന്നു? കോള് വന്നാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് ഒക്കെ ഇപ്പോൾ ഇതിന്റെ റൈറ്ററായിട്ടുള്ള ഡിൻചേട്ടനാണ് എനിക്ക് സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് വായിച്ച സമയത്തും എനിക്ക് തോന്നിയത് ഇതുപോലെ ഒരു എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ആയിട്ടുള്ള ആർക്കുകളുണ്ട്. എല്ലാ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫ്ലോ ഉണ്ടായിരുന്നു ആ സ്ക്രിപ്റ്റ് വായിക്കാൻ. ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരുന്ന വരെ വായിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. മുമ്പിൽ എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സംഭവമില്ലേ, ഏതൊരു ഇവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് ഇനി ഉണ്ടാവുന്നത്, ഇനി എങ്ങനെയാണ് ബിൽഡപ്പ് ആവുന്നത്, എൻ്റെ ക്യാരക്ടറിൻ്റെ ഇമോഷൻ എങ്ങനെയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് കുറേ പെർഫോം ചെയ്യാൻ പറ്റുമോ, അങ്ങനെ പറ്റുമല്ലോ എന്നുള്ളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി. ടെൻഷൻ ഉണ്ടായിരുന്നു സാറിന്റെ കോളേജ് ഒന്ന് വന്ന സമയത്ത്? ടെൻഷൻ ഒന്നും ടെൻഷൻ എന്തിനാ, സന്തോഷിക്കല്ലേ വേണ്ട. നമുക്കൊരു വർക്ക് കിട്ടുക, അത് സാറിന്റെ സിനിമയിൽ ഒരു വർക്ക് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷിക്കല്ലേ വേണ്ട, എക്സൈറ്റ്മെന്റ് അല്ലേ വേണ്ട. ടെൻഷൻ എന്തിനാ? അയ്യോ, ഇത്രയും വലിയ ഡയറക്ടറാണ്, അവിടെ പോകണ്ടേ, അഭിനയിക്കേണ്ട ആ ഒരു അത് വലിയ പിന്നെ ആടുജീവിതം കഴിഞ്ഞ് വരുന്ന ആളോടാണ് അത് പറയുന്നത്. എക്സൈറ്റ്മെന്റ് ആണ് ഉണ്ടായത്, എല്ലാ ടെൻഷന്റെ ടീ പോലും ഇല്ലായിരുന്നു. ഞാൻ കൂളായിരുന്നു. ഓക്കെ. സാറിന്റെ സെറ്റിൽ സൈലൻസ് പോലും അഭിനയിക്കുന്നതാണ് നമ്മൾ കേട്ടേക്കണം, അങ്ങനെ തന്നെയാണ്? ഞാൻ കണ്ടില്ല. സൈലൻസിനെ കാസ്റ്റ് ചെയ്തായിരുന്നോ സാർ? സൈലൻസിനെ കാസ്റ്റ് ചെയ്തായിരുന്നു. എല്ലാ സിനിമയിലും സൈലൻസിനെ കാസ്റ്റ് ചെയ്യാറുണ്ടെന്ന്. കമന്റ് വരൂലേ? എന്തായാലും കൊള്ളാം, നല്ല കമന്റ് ആണ്. കുഴപ്പമില്ല, നമുക്ക് ഇത്തിരിയൊക്കെ ഇരിക്കട്ടെ, ഒരു ഹൈപ്പ് ഇരിക്കട്ടെ. നമ്മൾ ഇടിച്ചു കയറണം എന്ന് പറഞ്ഞ പോലെ ആദ്യം എന്റെ ക്യാരക്ടർ പറഞ്ഞ പോലെ. അല്ല, ആക്ച്വലി അങ്ങനാണോ?
എങ്ങനെയായിരുന്നു ആ സെറ്റ്? സെറ്റ് സൈലന്റ് ഒന്നുമല്ല. ആരാണ് ഈ കള്ളത്തരം പിന്നെ സീൻസിന്റെ ഇടയിലുള്ള സൈലൻസസിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ദാറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് ടോപ്പിക്. അല്ലെങ്കിൽ സാറിന്റെ സെറ്റ് വളരെ ഒരു വലിയ ടീമാണ് വർക്ക് ചെയ്യുന്നത്. അത് എല്ലായിടത്തും അതുപോലെ കാണണമെന്നില്ല. ചില സിനിമകളിൽ പല ടീമുകളായിരിക്കും വർക്ക് ചെയ്യുന്നത്. ആർട്ടിൻ്റെ ഒരു ടീം വർക്ക് ചെയ്യുന്നു, ഡയറക്ടോറിയൽ ടീം വർക്ക് ചെയ്യുന്നു, കോസ്റ്റ്യൂമിലെ ടീം വർക്ക് ചെയ്യുന്നു. അത് ചില സിനിമകളിൽ. പക്ഷെ സാറിൻ്റെ സിനിമകളിലെ സെറ്റിൽ അത് എല്ലാ സെറ്റിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഞാൻ 3 സിനിമയിൽ അഭിനയിച്ചപ്പോഴും എൻറ്റയർ മൂവിയിലെ ക്രൂ, കാസ്റ്റ് ആൻഡ് ക്രൂ ഒരുമിച്ചാണ് പറയുന്നത്. ക്രൂ ഒരൊറ്റ കെട്ടായിട്ട് ആ ഒരു സിനിമയിലെ ടീമാണ്. ദാറ്റ് ഈസ് ഐ തിങ്ക് സ്റ്റാർട്ടിങ് ഫ്രം സാറിൻ്റെ ഫാമിലി തന്നെ ഫുള്ളി ഇൻവോൾവ് ആണ്. അതായത് വൈഫ് ഇസ് ഇൻ ടു കോസ്റ്റ്യൂംസ്, മക്കൾ ഇതിൽ ഇൻവോൾവ് ആണ്. സോ അവരുടെ ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് എല്ലാവരും ഇൻവോൾവ് ആവും. വലിയൊരു ഗ്രൂപ്പാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ സാറ് ഡെഫിനറ്റ്ലി ഇൻ കമാൻഡാണ്. അതുകൊണ്ട് സാറിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് വർക്കിങ്ങിലേക്ക് എല്ലാവരും നന്നായിട്ട് സിങ്ക് ആയിട്ട് ഒരു ടീം വർക്കാണ്. ഞാനൊരു വലിയ സത്യം പറയട്ടെ, ഞാൻ ഇത്രയും നാളും ഒത്തിരി പേര് ഇത് പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധമായി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ എന്നെ ഇരുത്തി പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്നെ ഇരുത്തി ഞാൻ അറിയുന്നു. പക്ഷേ ഈയിടെ ഒരു സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അടുത്ത സിനിമയ്ക്ക് ഞാൻ വിളിച്ചില്ല, വേറെ ആൾക്കാരായിരുന്നു. ഈ സിനിമ ഇത് വന്നപ്പോഴത്തേക്കും ആ പുള്ളി എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിനകത്ത് പുള്ളി എന്നോട് പറഞ്ഞു, പുള്ളി വേറെ പടത്തിൽ വന്നു, അത്യാവശ്യം നല്ല വർക്കുള്ള ഒരു പയ്യനാണ്. ഇങ്ങനെ പറഞ്ഞു, സാറേ സാറിൻ്റെ സെറ്റ് അത് അങ്ങനെ ഇങ്ങനെയാണ്, ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞു, അതൊന്ന് നിങ്ങൾ എക്സ്പീരിയൻസ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? കാരണം ഞാൻ വേറെ സെറ്റിൽ എനിക്കറിയില്ല. ഞാനറിയില്ല ഇത്ര വലിയ കാര്യം തന്നെ ഇരിക്കാമെന്ന് തുടങ്ങി. പക്ഷേ ഒത്തിരി പേരിങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടേ ഈയിടെയാണ് ഞാനത് ഇത് ജെനുവിനാണ്, ഇത് ശരിക്കും അങ്ങനെ എല്ലാവർക്കും ഒത്തിരി പേരങ്ങനെ പറയുന്നുണ്ട്. അപ്പം എന്താണ് അതിൻ്റെ കാരണം എനിക്കറിയില്ല. സാർ പറഞ്ഞാണ് അതിൻ്റെ സത്യം. സാർ വേറെ സെറ്റിൽ പോയി വർക്ക് ചെയ്യുന്നില്ലല്ലോ. അത് ശരി. എനിക്ക് ഫസ്റ്റ് ടൈം റാമിൽ വന്നപ്പോഴും എനിക്ക് പെട്ടെന്ന് ഭീകര ഡിഫറൻസ് തോന്നിയിരുന്നു. ആദ്യമായിട്ട് ഒരു സെറ്റിൽ എല്ലാവരും ഇൻവോൾവ് ആണ്. ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നു. റാമിന്റെ സെറ്റിൽ പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മറ്റേ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വോക്കി ടോക്കിയിൽ അത് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല വേറെ. അപ്പൊ മറ്റേ വോക്കി ടോക്കിയിൽ ലിയോണസ് റെഡി, ലിയോണസ് ഓൺ ദ വേ. അതായത് ഞാൻ കാരവന്ന് റെഡി ആയിട്ട് ഇറങ്ങുമ്പോൾ ഒരാൾ ഇവിടെ നിന്ന് വിളിച്ച് പറയും അവിടെ ഒക്കെ സെറ്റാണ്. അതായത് ലാലേട്ടൻ അപ്പോഴേക്കും കോള് പോവും, ലാലേട്ടൻ വരും. അങ്ങനത്തെ മറ്റേ ഭയങ്കര കോർഡിനേഷൻ, വെൽ കോർഡിനേറ്റഡ് ആണ്. അതുകൂടാതെ ആ ഒരു ടീം സ്പിരിറ്റ് എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഞങ്ങൾ എല്ലാവരും ഈ സിനിമ മേക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നത് ഞാനായിരിക്കും എന്റെ സീനുള്ള ദിവസമൊക്കെ ഞാനായിരിക്കും സാറിന് ഏറ്റവും കൂടുതൽ സാറിൻ്റെ അടുത്ത് പോയിട്ട്, സാർ ഇതെങ്ങനെ ചെയ്യാം, ഇതെങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ഒരു സംശയങ്ങൾ വന്ന് ചോദിക്കുന്നത്, സാറിനെ ഓരോന്ന് ആക്കുന്നത് ഞാനായിരിക്കും എന്റെ സീനുള്ള ദിവസം. വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകണം അല്ലേ? സാറിന് ഇത് മനസ്സിലാവണമെങ്കിൽ എന്താ പറയണെന്ന് അല്ല, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം തോന്നിയിട്ടുണ്ട്. വേറെ സെറ്റിൽ പോയിട്ട് എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയാം. വേറെ സെറ്റുകളിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും കാണാൻ പോകുമ്പോൾ പോകുന്നല്ലാതെ ഞാൻ അതിനകത്ത് ഫുള്ളി ഇൻവോൾവ് അല്ലല്ലോ, എനിക്കറിയില്ല. ഞങ്ങളൊരു ഹിഡൻ ക്യാമ്പ് കൊണ്ടുപോയിട്ട് അല്ല, പക്ഷെ അപ്പോഴും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീൽ എനിക്ക് കിട്ടത്തില്ല. എനിക്കിപ്പോ അത് കേൾക്കുമ്പോ സന്തോഷമാണ്, പോസിറ്റിവിറ്റി. ഞാനൊരു ഇത് തരാം ഐഡിയ. സാർ അഭിനയിച്ചു തുടങ്ങും. ഞാൻ അത് പറയാം. റീല് ചെയ്തത് ആവശ്യത്തിനധികം പ്രശ്നങ്ങളുണ്ട് ഇവിടെ. മലയാള സിനിമ നല്ല രീതിയിൽ പോകുന്ന ഞാനായിട്ട് ഇനി ഒരു പ്രതിസന്ധി ഉണ്ടാക്കണം. അല്ല, ഇപ്പൊ റീല് ചെയ്തിട്ട് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അഭിനയം എന്നുള്ളൊരു മോഹം എവിടെയെങ്കിലും അല്ലെങ്കിൽ ഇല്ല? ഞാൻ അവിടെ ഇവിടെയൊക്കെ ചുമ്മാ ഈ ആൽഫ്രഡ് ഹിച്ച്കോക്ക് അയാളുടെ എല്ലാ പടങ്ങളിലും ചെറിയ ഇങ്ങനെ ഒന്ന് വന്നു പോയി മൂലയിലൊക്കെ നിന്നും ഒക്കെ അങ്ങനെ പോകും. എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാത്തിലും അവിടെ ഇവിടെയൊക്കെ വന്നു പോകാറൊക്കെ ഉണ്ട് ചുമ്മാ ഇങ്ങനെ. പണ്ടൊക്കെ ഒരു രസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതായി അങ്ങനെ അഭിനയം വന്നു. എൻ്റെ ഒരു അസോസിയേറ്റ് വിളിച്ച് എന്നെ ഒരു ഇത് ചെയ്യിച്ചു, ഒരു ചെറിയൊരു എന്താ പറയുക ഷോർട്ട് ഫിലിം ചെയ്യിച്ചു. അന്ന് ഞാൻ മനസ്സിലായി ഇതത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല. ഏറ്റവും ഇതെന്നറിയോ, ഈ കാത്തിരിപ്പാണ്. ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് മറ്റൊരു ഷോട്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ ഓർത്ത ഒരു ആക്ട്രസ് ഉണ്ട്. ഞാനിങ്ങനെ കാത്തിരുന്നപ്പം നമ്മുടെ സീത എന്ന് പറഞ്ഞ മൈ ബോസിലെ ദിലീപിൻ്റെ അമ്മയായിട്ട് ചെയ്ത് മൈ ബോസിൽ പുള്ളിക്കാരത്തിയോട് ആക്ച്വലി പുള്ളിക്കാരത്തി ഒരു ഉച്ചയാകുമ്പോൾ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഈ അന്ന് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് രാവിലെ പറഞ്ഞ് എത്തിച്ചു. അപ്പോൾ കറക്റ്റ് അന്ന് ആർക്കോ പോകണം. അപ്പം ഞാൻ എൻ്റെ അന്നത്തെ സീൻ ഓർഡർ ഒന്ന് മാറ്റി. രാവിലെ ഞാനിരുന്നെടുത്ത് വൈകുന്നേരത്തേക്ക് വെച്ചു. ഏതോ ഒരു ആർട്ടിസ്റ്റിന് പോകണം. അപ്പോൾ ഞാൻ തിരിച്ചു പിടിച്ച് ഷോട്ട് എടുക്കുക. അപ്പോൾ രാവിലെ പുള്ളിക്കാരത്തി വന്നു. ഞാൻ ഇങ്ങനെ ആയെന്ന് പറഞ്ഞു, ഇതൊന്നും എൻ്റെ തലയിലില്ല. വൈകുന്നേരം ഒരു 4:30 ആയപ്പോഴാണ് പുള്ളിക്കാരത്തി രാവിലെ വന്നിട്ട് ഡ്രസ്സ് മാറിയിരിക്കുക.
മേക്കപ്പ് ചെയ്തിരിക്കുവാ. എനിക്കിതിരിക്കുക ഇതൊന്നും ഞാൻ അറിയുന്നില്ലോ. വൈകുന്നേരം 4:30 പുള്ളിക്കാരത്തി ഷോട്ടിന് വിളിച്ചു. പുള്ളിക്കാരത്തി ചിരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് സർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചിരിച്ചു. ഐ നോ ഐ ഡിസേർവ് ഇറ്റ് എന്ന് ഞാൻ പറഞ്ഞു. എന്ന് വേണ്ട പുള്ളിക്കാരത്തി ചിരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞു. വളരെ പ്ലസൻ്റ് ആയിട്ട് ജോക്ക് അടിച്ചതാണ്. പക്ഷെ എനിക്കത് മനസ്സിലായി. അത് ഇപ്പോഴും സിനിമയിൽ ചില ഏരിയയിൽ പ്രൊഫഷണലിസം കൊണ്ടുവരാൻ നോക്കുമ്പോൾ പാളിപ്പോകും. കാരണം പീപ്പിൾ ആർ നോട്ട് യൂസ് ടു ഇറ്റ്. മമ്മി ആൻഡ് മീ എന്ന് പറഞ്ഞ സിനിമ ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് ആലോചിച്ചു. വണ്ടികൾ കോർഡിനേറ്റ് ഇങ്ങനെ ചെയ്യാണ്. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേ അത് മുഴുവൻ പൊളിഞ്ഞു. ഇന്ന ആർട്ടിസ്റ്റിന് ഇന്ന വണ്ടി, ഇന്ന ആർട്ടിസ്റ്റിന് ഇത് എഴുതുന്നുണ്ട്. അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വരുന്ന ആർട്ടിസ്റ്റ് ഏതെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ മറ്റേ ആർട്ടിസ്റ്റ് കയറത്തില്ല. മൊത്തത്തിൽ കുളമായി. അവസാനം ഞാൻ പറഞ്ഞു എല്ലാം വിട്ടുതരും, ഒരു പ്രൊഫഷണലിസം വേണ്ട, പോകുന്ന വഴി. അങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മൾ ശ്രമിക്കും. പക്ഷേ ഒരു കുറേ കാര്യങ്ങൾ എൻ്റെ സിനിമകളിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് പ്രൊഫഷണലിസം വന്നാൽ നല്ലതാണ്. പക്ഷെ ഇപ്പം സിനിമ ഒത്തിരി മാറി വരുന്നുണ്ട്. എല്ലാവരും അതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ വലിയ സംഭവം ചെയ്യുന്നല്ല, പിന്നെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊരു ശ്രമമാണ്. വർക്കൗട്ടായാൽ നല്ലതാണ്, അത്രയേ ഉള്ളൂ. കാരണം എന്നറിയോ, ആർട്ടിസ്റ്റിനെ ഞങ്ങളൊരു ടൈമിങ് കൊടുക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത് അത് പാളിപ്പോവും. ഇന്ന ആർട്ടിസ്റ്റിന് രാവിലെ തൊട്ട് ഇത്ര മണി വരെയാണ് ഷൂട്ട്, അപ്പോൾ മറ്റേ ആർട്ടിസ്റ്റിനെ ഇത്ര മണി തൊട്ട് വിളിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ഇവർ പറയുന്ന ചില പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. പ്രൊഡക്ഷൻ കൺട്രോൾസ് ഇവർ വന്നിട്ട് പറയും, സാറേ ആ ആർട്ടിസ്റ്റിനോട് ഇത്ര മണിക്ക് വരാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആ ആർട്ടിസ്റ്റ് 2 മണിക്കൂർ വൈകിയായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഷൂട്ടില്ലാതെ ഇരിക്കേണ്ടി വരും. അതിലും ഭേദം രാവിലെ ഞങ്ങൾ വിളിച്ചിരുത്തുവാണെങ്കിൽ നമ്മൾ സേഫാണ്. ഞാൻ ഓക്കെ, അപ്പോൾ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. മനസ്സിലായി. അപ്പോൾ ഇതൊരു ടീം വർക്ക്. ഇത് എല്ലാവരും കൂടെ അത് സഹകരിച്ചാലേ ഇത് നടക്കുള്ളൂ. നമ്മൾ വിളിക്കുമ്പോൾ കറക്റ്റായിട്ട് വരണം എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം അങ്ങ് നടന്നു പോകണമെന്നില്ല. ഇല്ല. ഓക്കെ, ലിയോൺ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ചെയ്യുമ്പോൾ ടഫായിട്ട് തോന്നിയ ഏതെങ്കിലും ഒരു സീനുണ്ടോ സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത്? അങ്ങനെ ടഫ് സീൻ എന്ന് പറഞ്ഞാൽ ഇതില് മേജർലി ഉള്ള സീൻസ് ബിജുചേട്ടൻ്റെ കൂടെയാണ്. അങ്ങനെ ഇൻഡിവിജ്വൽ സീൻസ് ആയിട്ട് അങ്ങനെ ഉണ്ടോ? ഇല്ല. നിങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ സീൻ കോമ്പിനേഷൻ ലളിതചേച്ചിയായിട്ട് കോമ്പിനേഷൻ സീൻ വരുന്നുണ്ടോ? ഞങ്ങൾക്ക് വളരെ കുറവാണ്. ഒറ്റ സീന് ഒന്ന് കൊട പിടിച്ചു കൊടുക്കണ്ടേ? ഓറഞ്ച് കൂടെ അല്ല, കറുപ്പ കൊടയാ. ടഫായിട്ടുള്ളൊരു സീൻ എനിക്ക് പുള്ളിയോട് ഇടയ്ക്കൊന്ന് ഞാൻ വാക്കി ടോക്കി സംസാരിച്ചോണ്ട് ഓടാൻ പറഞ്ഞായിരുന്നു. പാതിരാത്രി 2 മണിക്ക്. അതും കൂടി പറ. സമയമായതുകൊണ്ടാണ്. ഒരു ആർട്ടിസ്റ്റിന് ഒരു സമയം പ്രശ്നമല്ല. പുള്ളിക്ക് ഓടാൻ കഴിയല്ലേ, പുള്ളി നടന്നുകൊണ്ട് പറയും. ഞാൻ പറഞ്ഞില്ല ഓടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരു സാറെങ്കിൽ ഓടിയൊക്കെ കാണിച്ചു. ശരി, ഓടിയേക്കാം. സാർ അങ്ങനെയാണോ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്? അതായത് ഇങ്ങനെ അഭിനയിച്ച്? ഇല്ല, ഞാൻ കഴിയുന്നു അഭിനയിക്കാതിരിക്കും. കാരണം സാർ എനിക്ക് കുറെ ഒക്കെ അഭിനയിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. കുറെ ടെക്നിക്കൽ സ്റ്റഫ് ഒക്കെ വരുമല്ലോ. അതായത് ക്യാമറ ഇങ്ങനെ കറങ്ങും, ഇവിടെ എത്തുമ്പോ ഈ ഡയലോഗ് പറയണം. അപ്പൊ സാർ ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് ഈ ഡയലോഗ് പറയാം. അല്ല, അന്ന് എന്താ ഓടാൻ ബുദ്ധിമുട്ടുണ്ടായത്? രാത്രി ഓട്ടത്തിൽ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. എനിക്ക് പയ്യെ നടക്കാനാണ് ഇഷ്ടം. രാത്രിയാണല്ലോ. പിന്നെ ഈ യൂണിഫോം എന്നൊക്കെ പറഞ്ഞാലേ സാധാരണ പോലീസുകാർ ഇടുന്ന യൂണിഫോം അല്ല, സിനിമയിൽ ഇടുന്ന യൂണിഫോം നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും. വലിയ സുഖം ഉണ്ടാവില്ല. ഇരിക്കാനും നിക്കാൻ മാത്രം സുഖമുള്ളൂ അതില്. ഓടാനും ഇരിക്കാനും ഒന്നും സുഖമില്ല. അതും സുഖമായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ എണീക്കുമ്പോ അതിൽ മുഴുവൻ ക്രീസ് വീഴും. അപ്പൊ സ്ക്രീനിൽ കാണുമ്പോ ഭയങ്കര ബോറായിരിക്കും. അല്ലെങ്കിൽ തന്നെ എന്റെ യൂണിഫോം അല്ലെങ്കിൽ തന്നെ യൂണിഫോം ഇട്ട് അഭിനയിച്ച ഏത് ആക്ടറിനും അറിയാം. അത് എന്റെ മറ്റേ ഏത് ഷോട്ട് വെച്ചാൽ ലിയോണയുടെ ഷർട്ട് ചുളിഞ്ഞിരിക്കുന്നു. ഇത് കേട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ, എവിടെയാ ടക്കിൻ ചെയ്യണ്ടേ? അതായത് തൊപ്പി നേരെ വെക്കേ. തൊപ്പിയുടെ തൊപ്പി എപ്പോഴും ചെരിഞ്ഞിരിക്കും. ഇത് അപ്പോ ഷോർട്ട് റെഡി എന്ന് പറയുമ്പോ ആരെങ്കിലും അടുത്ത് ഞാൻ ഇങ്ങനെ നോക്കി തൊപ്പി ഓക്കെ റെഡി അങ്ങനെയായിരുന്നു. അതായത് തൊപ്പി നേരെ അല്ലാത്തോണ്ട് റീടേക്ക് പോണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര ബോറായിരിക്കും സ്ക്രീനിൽ കാണുമ്പോ. അത് സാറാണെങ്കിൽ പെർഫെക്ഷൻ നമ്മൾ എല്ലാരും വിചാരിച്ചോണ്ടിരിക്കും. അല്ലെങ്കിൽ ആരും സീനിൽ ശ്രദ്ധിക്കില്ല, ആ തൊപ്പിയിലായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അത് തന്നെ ഇങ്ങനത്തെ ടഫ് സീൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ എന്തെങ്കിലും ടഫ് സീൻ ഉണ്ടായോ? എനിക്ക് ഫുൾ ടഫായിരുന്നു. ഫുൾ ടഫായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളൊരു ഏതോ ഒരു സീൻ എടുത്ത സമയത്ത് എന്റെ മുടി മൊത്തം മുന്നിൽ വന്നിട്ട് അന്യനെ പോലെയൊക്കെ ആയൊരു ഷോട്ടൊക്കെ അല്ലായിരുന്നു. അതായത് ആ ഓട്ടത്തിന്റെ ഇടയില് അന്യനൊക്കെ ആയ തലമുടി കുറെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ തിരിയുമ്പോഴൊക്കെ തലമുടി ഇങ്ങനെയൊക്കെ പോയിട്ട് ഒരു ഇതില് നിങ്ങൾ തിരിഞ്ഞപ്പോ മൊത്തം അങ്ങനെ വന്നു. ഇത് അന്യനാണോ? ഈ സിനിമയ്ക്ക് വേണ്ടി മുടി വളർത്തിയതാണോ അല്ലെങ്കിൽ? പുള്ളി ഇച്ചിരി ആള് ഫ്രീക്ക് ഔട്ട് പോലെ ഇങ്ങനെ ഇതാണ് ബിജുവിനെ മോന്റെ ക്യാരക്ടർ. അപ്പോൾ
അപ്പം ഭയങ്കര കർക്കശക്കാരനായ പോലീസുകാരന് ഇതും സ്വാഭാവികമായിട്ട് ഇപ്പം മകനുമായിട്ടൊരു ഫ്രിക്ഷൻ ഉണ്ടാകുമല്ലോ. ആ ഫ്രിക്ഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഓക്കെ, സാറിന്റെ സെറ്റിൽ വന്ന ശേഷം പഠിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്താ? നമുക്ക് എല്ലാ സെറ്റിൽ പോകുമ്പോൾ എല്ലാവരും ഡിസിപ്ലിൻഡ് ആവണമെന്നില്ല. പക്ഷേ സാറിൻ്റെ സെറ്റിൽ മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ആർ വെരി ഡിസിപ്ലിൻഡ്. എല്ലാവരും ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഡിറക്ഷൻ ടീം എക്സ്ട്രീംലി ഡിസിപ്ലിൻഡ്. അങ്ങനെ ഒരു ക്യാമറ, സതീഷ് ചേട്ടൻ്റെ ക്യാമറ ടീം വെരി നൈസ് പീപ്പിൾ. അപ്പോൾ നമുക്ക് സെറ്റിൽ പോകുമ്പോൾ തന്നെ പകുതി ടെൻഷൻ ഇല്ല. ദർ ആർ നോ മച്ച് ക്രീപ്സ് അറൗണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ മറ്റേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക, കമൻറ്റ്, അങ്ങനത്തെ ഒരു എനർജിയെ അവിടെ ഇല്ല. അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ. ആൻഡ് യങ് ബോയ്സ് ഫുള്ളി ഇൻ ടു ഈ വർക്ക് മോഡ് ആൻഡ് നോ നോൺസെൻസ് സെറ്റാണ്. അപ്പോൾ അത് ഭയങ്കര അടിപൊളിയാണ്. ഇതൊന്നും അറിയില്ല, ഓക്കെ, ഇതൊന്നും അല്ല നോക്കിയിരിക്കുന്നത്. അതെ, ഞാൻ അവിടെ എന്റെ പരിപാടിയിൽ എനിക്ക് അവിടെ വേറെ പണിയുണ്ട്. ഞാനിങ്ങനെ അറിയുന്നത് ഇപ്പൊ ഒരു ആക്ടർ വരുമ്പോൾ അവർ എന്താണ് ഫേസ് ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ പറ്റത്തില്ലല്ലോ. ഞാനവിടെ നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ട് സാറിന് കിട്ടുന്ന ഫീഡ്ബാക്ക് ആണ്. ഓ ഇങ്ങനെയാണോ എന്നാണ് ഇപ്പൊ പറയുന്നത്. അത് ആക്ച്വലി ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് ആണ് ഇത് അറിയാൻ പറ്റുന്ന ഒരു സ്പേസ് തോന്നുന്നു അല്ലേ? അതെ, അല്ലെങ്കിൽ ഞങ്ങളിപ്പോ സാറിനെ വിളിച്ചത് പറയാൻ പോകുന്നില്ലല്ലോ. സാർ ആക്ച്വലി സാറിന്റെ സെറ്റ് വളരെ ഡിസിപ്ലിൻ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഡിസിപ്ലിൻഡ് ഇതെന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇത് ചുമ്മാ നമ്മളിങ്ങനെ സൂപ്പിക്കാൻ പറയണം അങ്ങനെയൊക്കെ തന്നെ. സത്യം പറയാം, ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു ആദ്യമൊക്കെ. കാരണം അല്ല എനിക്ക് ഇത്, പക്ഷെ ഈയിടെ ആ പയ്യൻ അത് ചെയ്തു. പിന്നെ ഒരിക്കൽ നേര് ചെയ്തുകൊണ്ടിരുന്നപ്പം ലാലേട്ടൻ്റെ പടമാണ്, അവിടെ വലിയ ആൾ 125 പേര് ക്രൂ ഉള്ളതാണ്. അപ്പോൾ ഹിന്ദി സിനിമയുടെ ഒരു ഡയറക്ടറും റൈറ്ററും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ വന്നൊരു പയ്യൻ ചോദിച്ചു, അവാർഡ് മൂവിയൊക്കെ ചോദിച്ചേ. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഇതിങ്ങനെ വെരി സൈലൻറ്റ് ആൻഡ് യു ആർ സ്റ്റിൽ ടേക്കിംഗ് ഷോട്ട്സ്, നോ സൗണ്ട്സ്, ദാറ്റ്സ് ഹൗ വി വർക്ക്. ഞാൻ പറഞ്ഞു ഓക്കെ, ഇതാണ് ഞാൻ സൈലന്റിന്റെ കാര്യം പറഞ്ഞത്. സാറിന് അവിടെ ഒരു സൈലൻസിന് ഇപ്പൊ പ്ലേസ് ചെയ്തത് കറക്റ്റ് ആയില്ലേ? അതെ, ഈ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ പറഞ്ഞ പോലെ ആ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് എല്ലാവരും വർക്ക് സ്പേസിൽ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട്. ഒരിക്കലും സതീഷ് ചേട്ടൻ വരെ മറ്റേ അസോസിയേറ്റിനോട് സംസാരിക്കാൻ വാക്കി ടോക്കിയിൽ സംസാരിക്കും. ഇവര് സംസാരിക്കുന്നു അപ്പുറത്തിരിക്കുന്ന ആൾക്ക് പോലും കേൾക്കില്ല. ഇവര് അപ്പൊ ഇവര് ലൈറ്റ് ആ ലൈറ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റിയെന്ന് പറയുന്നത് നമ്മൾ കേൾക്കുകയില്ല. പക്ഷെ ചില സെറ്റിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുന്ന് മറ്റേ വെച്ചിട്ടായിരിക്കും അപ്പുറത്തെ ആളുടെ അടുത്ത് ഇത് പറയുന്നുണ്ടാവുക. അപ്പൊ തന്നെ നമുക്ക് ആ അറ്റ്മോസ്ഫിയറിൽ ഒരു ബഹളായല്ലോ. ഡിസ്കംഫർട്ട്. ഈ സെയിം സാധനം തന്നെയാ പറയുന്നേ, പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് അങ്ങനെ എടാ അതൊന്നും മാറ്റടാ എന്ന് പറയുന്നതും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇപ്പൊ സാർ ഒരു ഷോട്ട് എടുക്കുമ്പോ സൈമിൾട്ടേനിയസ്ലി ഇപ്പുറത്തെ ഒരു ഷോട്ടിന്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഉണ്ടാവും, അവിടെ പല പരിപാടികളും നടക്കുന്നുണ്ടാവും. ആട്ടുകാര് അവരുടെ പരിപാടി ചെയ്യുന്നുണ്ടാവും, ADs എനിക്ക് ഒന്നെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടാവും, അല്ലെങ്കിൽ ജിത്തു സാറായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ടാവും. പല കാര്യങ്ങൾ എന്റെ തൊപ്പിയുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, അങ്ങനെ there are million things happening. പക്ഷെ എന്നാലും it makes a lot of, it's better when there is silence. Like സൈലൻസ് എന്ന് പറഞ്ഞാൽ ഈ മറ്റേ അങ്ങനൊന്നും അല്ല കേട്ടോ. അതായത് എല്ലാവരും തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ഇതൊരു ടീം എഫേർട്ട് ഉണ്ട്. അതായത് പലവരും പല കെയോസിലല്ല, ഒരൊറ്റ ടീമാണ് സംസാരിക്കുന്നത്. തീരെ കയോട്ടിക് അല്ലാതെ എല്ലാവരും അവരവരുടെ പണികൾ ചെയ്യുന്നു എന്നുള്ളത്. ഇന്ന് ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയുന്നത് കേൾക്കാം, സതീഷ് എന്തൊരു ബഹളം ഇവിടെ, കുറച്ചുപേരെ എന്തിനാ ഇത്രയും ആൾക്കാർ കുറച്ചുപേരെ ഇറങ്ങിപ്പോന്നൊക്കെ പറയും, എല്ലാവരും അകത്തേക്ക് കയറി വരും. അതുമൊക്കെ ഞങ്ങളുടെ ഇടയ്ക്ക് ഭയങ്കര കൺഫൈൻഡ് ഒരു സ്പേസിൽ. ഇപ്പൊ ഈ റൂമിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇതേപോലെ ഒരു 10 ഗ്രൂപ്പ് ഉണ്ടാവും, അവരവരുടെ ഡിസ്കഷൻസ് നടക്കുകയാണെങ്കിൽ എല്ലാവരും പുറത്താക്കും. ആവശ്യമില്ലാത്തവരൊക്കെ പുറത്തു പോയി ആർട്ടിസ്റ്റ് ഇത് ചെയ്യും. അപ്പോൾ എപ്പോഴും റിഹേഴ്സൽസ് ഉണ്ടാവും. ഈ ആർട്ടിസ്റ്റ് വരുമ്പോൾ ഇവരുടെ മേക്കപ്പും ആൾക്കാരും വരും. അപ്പം ഞങ്ങൾ ഇടയ്ക്കൊരു അസൻസ് വരും. അപ്പം ഞങ്ങൾ ഇടയ്ക്കൊരു പ്ലാൻ ചെയ്തു, അവർ പുറത്ത് നിൽക്കട്ടെ, ഷോട്ടിന് മുമ്പ് റിഹേഴ്സൽസ് എല്ലാം കഴിഞ്ഞ് ടേക്ക് എടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ വിളിക്കുക, അവർ കയറി വന്ന് ടച്ചപ്പും കാര്യം ചെയ്യാമെന്ന് വയ്ക്കും. പക്ഷേ കുഴപ്പം വെച്ചാൽ ചില ആർട്ടിസ്റ്റ് അത് കറക്റ്റാണ്, ബാക്കിയുള്ള ആർട്ടിസ്റ്റിൻ്റെ അസിസ്റ്റൻസിന് പേടിയാണ്. അവർ വന്നിരിക്കുന്നത് നീ എപ്പോഴും ഈ സൈഡിലുണ്ടാവണമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവന് പുറത്ത് നിൽക്കാൻ പേടിയാണ്, അവർക്ക് എപ്പോഴും ആവശ്യം. അപ്പം അതൊന്നും അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു ടോട്ടൽ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് എല്ലാവരും വന്ന് കഴിയുമ്പോൾ ആൾ കൂടി. ഇപ്പം ദൃശ്യത്തിനൊക്കെ ഉണ്ടായിരുന്നു, ആ ചെറിയ വീടിനകത്ത് ഈ ഷൂട്ട് മുഴുവൻ, ആ ഒരു ചെറിയ മുറിക്കകത്ത് 50-60 പേരൊക്കെയാണ് നിൽക്കുന്നത്. അവസാനം കുറച്ച് പേരോടൊന്ന് ഇറങ്ങി, അവസാനം ഒരു ദിവസം ഞാൻ പറഞ്ഞു, എന്നറിയാം ഞാൻ ഇറങ്ങിപ്പോവാടാവേ എന്നൊക്കെ പറയും, തമാശക്ക് പോകും. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇറങ്ങിപ്പോവും.
അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതിന്. അതെന്താ പക്ഷെ അറിയോ? ബഹളമല്ല. ഇവിടെ ആവശ്യമില്ലാത്തവരൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇറങ്ങി പോവോ? അന്ന് അവരുടെ ബാറ്റ കട്ടാണ്. ആവശ്യമൊന്നുമില്ല അവന്റെ ഇവിടെ എന്ന് പറയില്ലേ, അത് വിചാരിച്ചിട്ട് അവര് അവിടെ തന്നെ ഇരിക്കുക. ഞാനൊക്കെ ഇവിടെ ആവശ്യമുള്ളതാ, ഞാനിവിടെ ഇമ്പോർട്ടന്റ് ആണ്. സ്വന്തമായിട്ട് അങ്ങനെ വിചാരിക്കും. അത് ചെയ്തേ പറ്റൂ. ഒരു സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുത്ത് എവിടെയെങ്കിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാളല്ലേ, അപ്പൊ ഇത്തവണ എവിടെയായിരുന്നു? എവിടെയും അല്ല, പോയില്ലേ? ഇപ്രാവശ്യം വലിയ ബ്രേക്ക് കഴിഞ്ഞാ വന്നിരിക്കുന്ന അഭിഷേക്. ഞാൻ ഏകദേശം ഒരു ഇനി കുറച്ചാൾ ഒന്നര വർഷത്തെ ബ്രേക്ക് കഴിഞ്ഞാ വന്നിരിക്കുന്നത്. ഇനിയിപ്പോ അടുത്ത കാലത്തൊന്നും ബ്രേക്ക് വേണ്ട. ഇനി ഞാൻ റെഡിയാണ് കുറെ ദിവസത്തേക്ക് ഞാൻ work ഒക്കെ. കഠിനാധ്വാനം ചെയ്യാൻ റെഡിയാണ്. അതെ, കുറെ ദിവസത്തേക്ക് എന്ന് വെച്ചാൽ ആ ഒരു ഹങ്കർ വരണമല്ലോ. കുറെ ദിവസമായിട്ട് അഭിനയിക്കാണ്ടിരിക്കുമ്പോൾ അത് മിസ് ചെയ്യും. ആക്ച്വലി നമ്മൾ അത് മിസ് ചെയ്യും. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ലോട്ട് ഓഫ് നൈസ് ക്യാരക്ടേഴ്സ് ആൻഡ് വർക്കിംഗ്. അത് മിസ് ചെയ്യാനുള്ള ഒരു ടൈം കൊടുത്തതാണോ അങ്ങനെ മനഃപൂർവ്വം? അത് സംഭവിച്ചു പോയതാ. ഞാനിപ്പോൾ ഇന്നലെ എൻ്റെ 2nd വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചു. അപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു കല്യാണം നടന്നതും. കംപ്ലീറ്റ്ലി ലൈഫ് മാറിപ്പോയി. അത് കഴിഞ്ഞ് US ഒരു വർഷം പോയി താമസിച്ചു. അപ്പോൾ ഒരു ബ്രേക്ക് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു പോയി. അപ്പോൾ ഇനി ഞാൻ വീണ്ടും തിരിച്ച് എൻ്റെ വർക്ക് ലൈഫ്, എനിക്ക് വർക്കല്ലല്ലോ. ഐ എം ദ വെരി ലക്കി പേഴ്സൺ ഹൂ ഈസ് ഡൂയിങ് ആക്ടിങ് ഇസ് മൈ വർക്ക് എന്ന് പറയുമ്പോൾ അതെനിക്ക് വർക്കല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. സോ അതൊരിക്കലും ലൈഫിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്. ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ആ ഒരു റിഫ്രഷ്മെന്റ് ഫീൽ തീർച്ചയായും അത് എൻ്റെ കരിയറിൽ ഒരുപാട് പ്രാവശ്യം ഇത് സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല. പക്ഷെ ഇങ്ങനെ ബ്രേക്സ് വരാറുണ്ട്. അതിൻ്റെ ഒക്കെ ഗുണം അത് കഴിഞ്ഞ് വരുന്ന പടങ്ങൾക്ക് കാണാറുണ്ട്. ഒരു ഫ്രഷ്നെസ് ഉണ്ട്. നമ്മൾ കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു മൊണോട്ടണിയൊക്കെ മാറി നമ്മൾ വളരെ ഫ്രഷും ഒരു ന്യൂ പേഴ്സണായിട്ടാണ് വരുന്നത്. ബിക്കോസ് ഇതിന് തൊട്ട് മുമ്പ് പോയ ആളല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസസ് ഭയങ്കരമായിട്ട് മാറി. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടിയിട്ടായിരിക്കും ഇനി വരുന്ന ക്യാരക്ടേഴ്സിലോട്ട് കയറുന്നത്. ഓക്കെ, ഇവിടെ അങ്ങനെയാണോ? ബ്രേക്ക് വേണം, അല്ലെങ്കിൽ ഒരു സിനിമ കഴിയുമ്പോൾ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് വേണം അടുത്തത് ചെയ്യാൻ? ഇങ്ങനെ കംപ്ലീറ്റ് ഞാൻ മനഃപൂർവ്വം ബ്രേക്ക് എടുക്കാൻ വിചാരിച്ചിട്ടില്ല, പക്ഷെ സിനിമ വരാത്തോണ്ട് അങ്ങനെ ബ്രേക്ക് ആയി പോവാറുണ്ട്. ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോട്ടെ. സിനിമ തന്നെ എനിക്ക് ബ്രേക്ക് തരാറുണ്ട്. എനിക്ക് ബ്രേക്ക് തരാറുണ്ട് ഇടയ്ക്ക്. ബ്രേക്ക് എടുത്തോ? കുറച്ച് ദിവസമല്ല, കുറച്ച് മാസങ്ങൾ ബ്രേക്ക് എടുത്തു. ആ സമയത്ത് എന്ത് ചെയ്യും? ടെൻഷൻ വരും, ഇനി എന്താ ചെയ്യും? പിന്നെ ടെൻഷൻ, ജിത്തു സാർ ഒരു വർക്ക് വരുമോ? മെസ്സേജ് അയക്കും എല്ലാവർക്കും ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇല്ല മിണ്ടാതിരിക്കും. ടെൻഷൻ അടിച്ച് ഞാൻ വീട്ടിൽ ടെൻഷൻ അടിച്ച് ഞാൻ അങ്ങ് ഇന്റേണലൈസ് ചെയ്ത് അങ്ങ് ഇരിക്കും. പുള്ളി പൊതുവേ അങ്ങനെ ഒരു സോഷ്യൽ അങ്ങനെ ഫോൺ വാട്സപ്പ് ഒന്നും അങ്ങനെ വലിയ ഇൻസ്റ്റാഗ്രാം കളഞ്ഞിന് വീണ്ടും ആക്റ്റീവ് ആയല്ലോ അല്ലേ? ഇടയ്ക്ക് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാം ഞാൻ അങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്യാറില്ല, പക്ഷെ ഫോണിൽ നിന്ന് ആപ്പ് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. എനിക്ക് ഭയങ്കര ആങ്സൈറ്റി തരും. ഇങ്ങനെ വർക്ക് ഇല്ലാത്ത സമയത്ത് ജീവിതത്തിൽ എല്ലാവരും എന്തൊക്കെയോ ചെയ്യുന്നു, ഞാൻ മാത്രം ഒന്നും ചെയ്യുന്നില്ല, ആ ഫീൽ വന്നാൽ ഞാൻ അപ്പൊ ഇൻസ്റ്റാഗ്രാമാ കാരണം. എല്ലാവരും അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ദേ വർക്ക് ചെയ്യുന്നു, ഈ വർക്ക് ചെയ്യുന്നു, അങ്ങനെ. അപ്പൊ മറ്റുള്ളവരുടെ ജീവിതത്തിനെ കുറിച്ച് അധികം അറിയണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അങ്ങ് കളഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പിന്നെ ഹാപ്പി ആവും, പിന്നെ അങ്ങ് ശരിയാവും. സാധാരണ നമ്മൾ എല്ലാരും ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ തോണ്ടിയാണല്ലോ ടൈം കളയുന്നേ. ഞാൻ വായിക്കും. ആക്ച്വലി ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങും നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഫോൺ, ഇപ്പൊ ഫോൺ ഞാൻ ഭയങ്കര ഫോൺ പേഴ്സൺ ഒന്നും അല്ല കേട്ടോ, പക്ഷെ ഇൻസ്റ്റാഗ്രാം എന്നെ ബോദർ ചെയ്യും. ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും. പക്ഷെ എനിക്ക് വേറെ ഒരു ആപ്പിനോടും അതില്ല. അതായത് ഫേസ്ബുക്കോ അല്ലാതെ വാട്സാപ്പ് വെറുതെ അങ്ങനെ ഒന്നുമില്ല. ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ അത് ഭയങ്കര യൂസ്ഡ് ആയി പോയല്ലോ. അപ്പൊ അങ്ങനെയുള്ളതാ. അപ്പൊ അത് കാരണം അത് ഡിലീറ്റ് ചെയ്താൽ എനിക്ക് ഫോൺ, പിന്നെ അമ്മേനെ വിളിക്കാനും ആരെങ്കിലും വിളിച്ച ഫോൺ എടുക്കാനും അത്രേ യൂസ് ഉള്ളൂ അതിന്. അപ്പോൾ നമ്മുടെ വലതുവശത്തെ കള്ളൻ ജനുവരി 30 തിയേറ്ററുകളിലേക്ക് എത്താണ്. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം സാറിന്റെ മൂവി വരുമ്പോൾ നമുക്ക് ഉണ്ടാവണ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ആവട്ടെ, എല്ലാവിധ സക്സസ്സും ഉണ്ടാവട്ടെ. താങ്ക് യു.